അൺഅക്കാഡമി കേരള PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു നേട്ടം എ 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ്. 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യാൻ കഴിയും. നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ അൺഅക്കാഡമിയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ എൻറോൾ ചെയ്യൂ. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നാച്ചുറൽ സയൻസ് ഷാഫി തോംസൺ, ഫിസിക്കൽ സയൻസ് ജാഫർ സാദിഖ്, ഫാക്ട്സ് അബൌട്ട് കേരള മുഹമ്മദ് റോഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാജ മുഹമ്മദ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ രാഹുൽ ചന്ദ്രൻ, കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, മാത്സ് ഇസ്മായിൽ കാലടി. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28 ആരംഭിക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ എൻറോൾ ചെയ്യൂ. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വർഷങ്ങൾ പഠിച്ചിരിക്കുക എന്ന് പറയുന്നതാണ് പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ, 5 year പ്ലാൻസ് എന്ന് പറയുന്നത്. അത് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര വർഷമായിരുന്നു, ഏത് വർഷം വരെയാണത് നിലനിന്നിരുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെ പഠിച്ച് മനസ്സിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരിത് കണ്ട് കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളത് ആദ്യമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെ 5 year പ്ലാൻസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതുവരെ ആയിരുന്നു അത് ഉണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ്, അത് പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു കോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. 1951 5 year പ്ലാൻ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കും. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് 1951. ഓക്കെ, ഇനി 51 മുതൽ 56 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. 56 മുതൽ 61 വരെയായിരുന്നു 2, 66 മുതൽ 66, 61 മുതൽ 66 വരെയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, 51, 56, 56, 61, 61, 66. ഓക്കെ, അപ്പൊ ഈ 3 എണ്ണം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സെക്ഷൻ ആക്കി മാറ്റുന്നു. ശ്രദ്ധിക്കുക, 51, 56. ഞാനിവിടെ 16 എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ആ കോഡ് മനസ്സിലുണ്ടെങ്കിൽ അടുത്ത 2 വർഷങ്ങൾ, അതിന് താഴെ വരുന്ന 2 വർഷങ്ങൾ എഴുതാൻ വളരെ ഈസിയാണ്. ഓക്കെ, 16 51 മുതൽ 56 വരെയാണ് 16. പിന്നെ നേരെ തിരിച്ചിട്ടതാണ്. 16 ആണെങ്കിൽ 61 അടുത്തതിൽ, പിന്നെയോ വീണ്ടും 16, 16, 61, പിന്നെയും 16. ഓക്കെ, അപ്പൊ 1951 മുതൽ 1956 വരെ, 1956 മുതൽ 1961 വരെ, 1961 മുതൽ 1966 വരെ, 16, 61, 16. അതാണ് ഒന്നാമത്തെ സെഷനിലുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ആരെങ്കിലും ഇത് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരുത്താൻ നിൽക്കരുത്. ആദ്യമായി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഡ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെഷനിൽ, രണ്ടാമത്തെ സെഷനിൽ 3 year ബ്രേക്ക് ഇട്ടതിന് ശേഷം 1969 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 66 വരെയാണ് നമ്മൾ പഠിച്ചത്. 3 പഞ്ചവത്സര പദ്ധതികൾ 1951 മുതൽ 1966 വരെ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിച്ചു. ഏതാ കോഡ്? 16, 61, 16. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതെല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഡ് വെച്ച് നമ്മൾ പഠിക്കുന്നത്. 69 അവസാനത്തത് 9 ആണ്, പിന്നെ 74 69 കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞാൽ 74 അപ്പൊ ആ 69 9ഉം 74 4 എടുത്ത് 94. ഓക്കെ, പിന്നെന്താണ്, 94 കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ടതാണ് 49. അതങ്ങനെ വരുള്ളൂ, കാരണം 5 year പ്ലാൻ ആണല്ലോ, 10 വർഷത്തെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. 9, 4, 4, 9 എന്നുള്ളതാണ്. അപ്പൊ ഏത് വർഷം വരെയാണെന്നുള്ളത്, ഒരു വർഷം അത് എൻഡ് ചെയ്യുന്ന വർഷം നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷം തുടങ്ങുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സെഷൻ 94, 49. 94, 66 അവിടെ അവസാനിച്ചത് അല്ലെ. അപ്പൊ 69 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്, 74 അവസാനിക്കുന്നത്. 74 അടുത്തത്, അതായത് 5ാമത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന 74 79 വരെ. ഓക്കെ, 94, 49, 5 എണ്ണം കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 51 സ്റ്റാർട്ട് ചെയ്യുന്നു, 16, 61, 16 കോഡ്. ഓക്കെ, 51, 56, 56, 61, 61, 66. ഇനി അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 94 നമ്മുടെ കോഡ് അല്ലെ. അപ്പൊ 1969, 74, 74, 79. അതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതോ
അടുത്തത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം 1979 അവസാനിച്ച 5 ഇയർ പ്ലാൻ, 5th 5 ഇയർ പ്ലാൻ പിന്നെ 80 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 80 സ്റ്റാർട്ട് ചെയ്താൽ 80ന്റെ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. 85 അവസാനിക്കുന്നത്, അതുകൊണ്ട് 05 എഴുതി. ഇനിയോ അടുത്ത സ്വാഭാവികമായിട്ടും 05 ആണെങ്കിൽ ഇനി അടുത്ത ഏതായിരിക്കും? 50. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 80, 85, 79 വരെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 80, 85, 85, 90 എന്നുള്ളത് 7ാം പഞ്ചവത്സര പദ്ധതി വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഒന്നും കൂടെ പറയാണ്. 51 സ്റ്റാർട്ട് ചെയ്തു, 51, 56, 16 കോഡ് അല്ലെ, 16, 61. അപ്പൊ 1951, 56, 56, 61, 61, 66. ഇനി 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്തത്. 69, 74, 74, 79. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് 80, 85, 85, 90. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 0550. അതിനുശേഷം നിങ്ങൾക്ക് കോഡ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാലും മതി. കോഡ് ഇത്രേ വരുന്നുള്ളൂ. 92, 90 അവസാനിച്ച ശേഷം പിന്നെ 92 സ്റ്റാർട്ട് ചെയ്യുന്നത്. 92, 97, 27 ആണ് കോഡ്. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. ഇനി 27, 92, 92 കഴിഞ്ഞ് 92 അല്ല 72 ആണ്. 27, 72, പിന്നെ അത് വീണ്ടും 27 ആയി മാറുന്നു, പിന്നെ അത് വീണ്ടും 72 ആയി മാറുന്നു, പിന്നെ അത് വീണ്ടും 27 ആയി മാറുന്നു. അത് ഇനി അങ്ങോട്ടേക്കൊന്നും മാറാനില്ല. 92, 97 ആണ് 8ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ 92, 2002 ആണ് 9ാം പഞ്ചവത്സര പദ്ധതി. 2002, 2007 ആണ് പിന്നെ 10ാമത്തത്. 7, 12 ആണ് 11, 12, 17 ആണ് 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ 4 സെക്ഷനുകളായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ വർഷം മാറിപ്പോകില്ല. വ്യത്യാസങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാം. 1951 സ്റ്റാർട്ട് ചെയ്യുന്നത്. 16, 61, 16. 51 വർഷം. 56, 56, 61, 61, 66. ഒരു സെഷൻ കഴിഞ്ഞു. ഇനി 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തത് വരുന്നത്. 94 കോഡ് അല്ലെ. 94 ആകുമ്പോൾ 1969, 66 അവസാനിച്ചത്. 69 സ്റ്റാർട്ട് ചെയ്യുന്നു. 74 സ്റ്റാർട്ട് ചെയ്യുന്നു. 79 ആ സെഷനും കഴിഞ്ഞു. ഒരു വർഷം ഗ്യാപ്പ് ഇടുന്നു. അപ്പൊ ഇവിടെ 3 വർഷം ഗ്യാപ്പ്, ഇവിടെ 1 വർഷം ഗ്യാപ്പ്. ഓക്കെ, അപ്പൊ 1979 കഴിഞ്ഞാൽ 1980 0 ആണ് അവസാനം. 1980, 85, 85, 90 2 സെഷനേ ഉള്ളൂ. അതും അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇനി പിന്നെ എത്ര വർഷം ഗ്യാപ്പ് ഇടുന്നത്? 2 വർഷം. അപ്പൊ ഗ്യാപ്പുകൾ ശ്രദ്ധിക്കുക. 3 വർഷം, 1 വർഷം, 2 വർഷം. 3 വർഷം, 1 വർഷം, 2 വർഷമാണ് ഗ്യാപ്പ്. 90 അവസാനിച്ചു. 92 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കോഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി കോഡ് ഉണ്ടെങ്കിൽ 27, 72, 27, 72 എന്ന് പറയുന്ന കോഡാണെന്നുള്ളത് ഓർത്തിരിക്കുക. 92 സ്റ്റാർട്ട് ചെയ്തു. 97, 97, 2002, 2002, 2007. അപ്പൊ നിങ്ങൾ ഏതൊരു ചോദ്യം കിട്ടിയാലും നമ്മൾ ഏത് സെഷനിലാണ് വരുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ 5th 5 ഇയർ പ്ലാൻ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണെന്നുള്ളത് 5th എന്ന് പറയുമ്പോൾ 5ാമത്തത് ഏത് സെഷനിലാണ് വരുന്നത്? 1 മുതൽ 3 വരെയാണ് 1ാമത്തെ സെഷൻ. പിന്നെ 4, 5 ആണ് 2ാമത്തെ സെഷൻ. അപ്പൊ രണ്ടാമത്തെ സെഷൻ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി 2ാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് 94 ആണ് അല്ലെ. 1966 വരെയായിരുന്നു 1ാമത്തെ സെഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ 94 ആകുമ്പോൾ 1969, 74, പിന്നെയോ 74, 79. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1974 മുതൽ 1979 വരെയാണ്. ഓക്കെ, അപ്പോ നമ്മൾ സാധാരണഗതിയിൽ ജോഗ്രഫിയിലുള്ള കൺസെപ്റ്റുകളും സയൻസിൽ നിന്നുള്ള കൺസെപ്റ്റുകളൊക്കെ കോഡ് പ്രകാരം പഠിക്കുന്ന അത്ര എളുപ്പമല്ലെങ്കിലും ഇത്തരത്തിൽ സെക്ഷനുകളായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്നും അത് മായാതെ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. എത്ര പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നറിയില്ല. നിങ്ങളുടെ കമന്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞാൽ ഇത്തരത്തിൽ വർഷങ്ങൾ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൂടുതൽ കോഡുകളും ട്രിക്കുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ 16, 94, 05, 27 എന്ന് പറയുന്ന 4 നമ്പർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും 5 ഇയർ പ്ലാൻ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. അല്ലാത്ത കേസിലെ ഏത് വർഷമാണ് അത് അവസാനിച്ചത് എന്ന് പറയുന്ന ചെറിയൊരു കൺഫ്യൂഷൻ എക്സാം ഹാളിൽ ഉണ്ടായാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. തീർച്ചയായും ഈ കോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പൊ അടുത്ത ലെസണിൽ കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.